ഹലോ ഫ്രണ്ട്സ്, ഫെർട്ടിലിറ്റി ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പീരിയഡ്സ് ആകുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ യൂറിനിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നോക്കിയിട്ട് നമുക്ക് എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയാണ് എന്നറിയുന്നതിനായി വീഡിയോ മുഴുവനായി തന്നെ എല്ലാവരും കാണുക കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടോ. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ ഒന്ന് എനേബിൾ ആക്കി കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ ഫെർട്ടിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങളിലേക്ക് മിസ്സാവാതെ തന്നെ എത്തുന്നതാണ്. നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു യൂറിനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്നുള്ളതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. സാധാരണഗതിയിൽ യൂറിൻ പാസ് ചെയ്യുമ്പോൾ യൂറിൻ്റെ കളറ് ഒന്നില്ലെങ്കിൽ നേരിയ യെല്ലോ കളർ ആയിരിക്കും, അല്ലെങ്കിൽ വൈറ്റ് കളറൊക്കെ ആയിരിക്കും. അതായത് കൂടുതൽ കടുപ്പമേറിയിട്ടുള്ള കളറൊന്നും ആയിരിക്കില്ല നമ്മൾ സാധാരണയായിട്ട് യൂറിൻ പാസ് ചെയ്യുമ്പോൾ. എന്നാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയിൽ യൂറിൻ്റെ കളറിൽ കുറച്ച് മാറ്റങ്ങളെല്ലാം കാണാവുന്നതാണ്. അതായത് പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു സ്ത്രീയുടെ യൂറിൻ്റെ കളർ വന്നിട്ട് ഡാർക്ക് യെല്ലോ കളർ അല്ലെങ്കിൽ ഒരു ലൈറ്റ് യെല്ലോ കളറൊക്കെ ആയിരിക്കും. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു യൂറിനിൽ കളർ ഉണ്ടാകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഇംപ്ലാന്റേഷൻ എല്ലാം സക്സസ്ഫുള്ളായി നടന്നു കഴിഞ്ഞതിന് ശേഷം സ്ത്രീയുടെ ശരീരത്തിൽ ഒരുപാട് പ്രഗ്നൻസി ഹോർമോൺസിൻ്റെ എല്ലാം പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം വ്യത്യാസങ്ങൾ യൂറിനിൽ കാണാൻ സാധിക്കുന്നത്. യൂറിനിൽ മാത്രമല്ല കേട്ടോ, ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നതാണ്. സാധാരണ നിങ്ങളിൽ എപ്പോഴാണ് യൂറിൻ കളർ ഡാർക്ക് യെല്ലോ നിറത്തിലേക്ക് മാറാറുള്ളത്? ഒന്നില്ലെങ്കിൽ ഏർലി മോർണിംഗ് നിങ്ങൾ യൂറിനേറ്റ് ചെയ്യുമ്പോഴായിരിക്കും. അതായത് രാത്രി ഫുള്ള് നമ്മൾ കിടന്നുറങ്ങുന്ന ആ ഒരു സമയങ്ങളിൽ നമുക്ക് യൂറിനേറ്റ് ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കാനോ ഒന്നും പ്രോപ്പറായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് യൂറിനേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ യൂറിനിൽ ഡാർക്ക് യെല്ലോ കളറിൻ്റെ സാന്നിധ്യം കാണാറുള്ളതാണ്. അടുത്തൊരു സാഹചര്യമാണ് നിങ്ങൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ യൂറിനിലും ഇത്തരത്തിലുള്ള കളർ വ്യത്യാസം ഉണ്ടാകുന്നു. അടുത്തൊരു സാഹചര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരുപാട് നേരം യൂറിനേറ്റ് ഒന്നും ചെയ്യാതെ യൂറിൻ ഇങ്ങനെ പിടിച്ചു വെച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ യൂറിൻ പാസ് ചെയ്യുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു യൂറിനിൽ കളർ വ്യത്യാസം നോർമലായിട്ട് കാണാൻ സാധിക്കും. അടുത്തൊരു സാഹചര്യം എന്ന് പറയുന്നത്, നിങ്ങൾ വെള്ളം ഒന്നും കുടിക്കാതിരുന്ന് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങളുടെ യൂറിനിൽ വലിയൊരു കളർ വ്യത്യാസം കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഇത്തരം സന്ദർഭങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ ആ ഒരു യൂറിനിൽ കളർ വ്യത്യാസം ഉണ്ടാവുകയാണെങ്കിൽ, അതായത് നിങ്ങളുടെ ആ ഒരു ഇംപ്ലാന്റേഷൻ കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ യൂറിനിൽ ഇത്തരം കളർ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രഗ്നൻ്റ് ആവാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. നിങ്ങളിൽ യൂറിനറി ഇൻഫെക്ഷൻ ഒന്നുമില്ല, അതുപോലെ നിങ്ങൾ പ്രോപ്പറായിട്ട് തന്നെ വെള്ളവും കുടിക്കുന്നുണ്ട്, നിങ്ങൾ അതുപോലെ ഇടവിട്ടുള്ള സമയങ്ങളിൽ യൂറിനേറ്റ് ചെയ്യുന്നുമുണ്ട്, എന്നിട്ടും നിങ്ങളിൽ ഈ ഒരു യൂറിനിൽ ഇതുപോലെ കടുത്ത മഞ്ഞ നിറവും കാണുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ആ ഒരു പ്രഗ്നൻസി പോസിറ്റീവ് ആയതിൻ്റെ ഒരു സൂചനയാണിത്. ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ യൂറിനിൽ മഞ്ഞ കളർ ഉണ്ടോ, അതുപോലെ നിങ്ങൾക്ക് മറ്റു പല ലക്ഷണങ്ങളും കാണിച്ചു തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം നിങ്ങളൊന്ന് നിരീക്ഷിക്കുക. നിങ്ങൾക്ക് അങ്ങനെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ വേണ്ടത്ര കെയർ നിങ്ങളുടെ ശരീരത്തിന് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരിലേക്കും ഈ ഒരു അറിവൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഓൾ. ബൈ.